subscribe now and press the bell icon. Never miss an update. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു പെരുന്നാളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോയതിൻ്റെ എല്ലാം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങടുത്ത് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. 2-3-4 ദിവസമായിട്ട് ഇവിടെ എല്ലാം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മക്കളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, പുറത്ത് പോവുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസായ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മുടേതായിട്ടുള്ള അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും പെരുന്നാളെല്ലാം കഴിഞ്ഞ് അടിച്ച് പൊളിച്ച്, ഇപ്പോൾ ഞാൻ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാൾക്ക് തിരക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാവരും പഴയ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണല്ലേ. പല ആൾക്കാരും പല ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവരുടേതായ തിരക്കും കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി പഴയ ഇതിലേക്ക് തന്നെ എല്ലാവരും മാറി. അപ്പോൾ നമ്മളിത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സലാലയിൽ നല്ല മഴയുണ്ടായിരുന്നു. പൊതുവെ ഇവിടെ ഖരീഫെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാസമാണിത്. പക്ഷേങ്കിൽ പെരുന്നാളുടെ ഒരു തൊട്ട് മുന്നായിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയി, കുറേ പ്രശ്നങ്ങളൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നേരത്ത് അത്ര വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറുതായിട്ടുള്ള മഴയാണ് ഇവിടെ സീസൺ സമയത്തെല്ലാം വരല്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇത്തിരി നല്ല ശക്തിയായിട്ട് വന്നു. ശക്തിയായിട്ട് പറഞ്ഞാൽ ഇവിടെ എടുക്കെല്ലാം മഴ അധികമായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മഴ അധികമായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുക എന്തായിരിക്കുന്നത്, അതിന് മാത്രം പ്രശ്നം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ പല ഭാഗങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടില്ല ഇവിടെയൊക്കെ അവിടെ ആയിട്ട് വെള്ളമെല്ലാം കെട്ടിക്കിടക്കുന്ന ഇത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഓരോ കമ്പനികളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ആട്ട മൈദ കമ്പനി അങ്ങനെയെല്ലാം കമ്പനികളൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ അവിടെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഏരിയയിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ പോവുകയാണ്. ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ് ഈ ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു സ്ഥലമാണ് ഈ മുക്സൈൽ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ GCC രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് ആൾക്കാർ കാണാൻ വരുമായിരുന്നു. പിന്നെ അതേപോലെ മഴ ആസ്വദിക്കാനും വേണ്ടിയിട്ട് സ്വദേശികളും വിദേശികളും ഒക്കെ ആയിട്ട് വരൽ പതിവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശരിക്കും സീസൺ സ്റ്റാർട്ട് ചെയ്യണത് 17-ാം തീയതിക്കൊക്കെ ആയിട്ടാണെന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. ഇപ്രാവശ്യം മഴ നേരത്തെ ആയത് കാരണം നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, മണ്ണെല്ലാം ഈ ഭാഗങ്ങളൊക്കെ കടലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കടലിറങ്ങിയ ഭാഗമാണ്, കണ്ടില്ലേ. ഇത് രണ്ടും മഴ നന്നായി പെയ്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകുന്ന മൺതിട്ടകളാട്ടോ. ഇതൊക്കെ ഭയങ്കര ഒരു ചെങ്കുത്തായിട്ട് ഉള്ള ഒരു ഇറക്കാണിത്. 2 സൈഡും ഒഴിഞ്ഞ മലകളും കാര്യങ്ങളൊക്കെ ഈജിപ്തിൽ കാണുന്ന പോലെ പിരമിഡുകൾ പോലെയുള്ള കണ്ടില്ലേ മല കുന്നുകളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല ഗ്രീന് കളറാകും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ മഴ അധികമായി കഴിഞ്ഞാൽ ഈ കാണുന്ന വാദികളിലൊക്കെ നല്ല വെള്ളം കുത്തിയൊലിച്ച് പോകും. പിന്നെ ഇവിടേക്കൊന്നും വണ്ടികളൊന്നും അധികം പാസ് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന അതിന്നൊക്കെ നല്ല മഴവെള്ളമൊക്കെ വന്നിട്ട് ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. കാണാൻ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്.
അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പ്രമാണിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ സ്ഥലത്തേക്ക് കാണാനെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ഒക്കെ നല്ല തിരക്കായിരുന്നു. മറ്റേത് ഇവിടെയുള്ള ആൾക്കാർ മാത്രം വീക്കെൻഡിൽ ഇങ്ങനെ പോകും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡും നല്ല മലകളൊക്കെ ആയിട്ടതാണ്. കാരണം അത്യാവശ്യം എന്താ പറയുക ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് വരാൻ. നമ്മുടെ റൂമിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക അപ്പോൾ വന്നിട്ടെല്ലാം കുറേ അയക്കണം. അപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് അധികം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മഴയെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ കാണാനൊരു രസമാണ്. പിന്നെ കാണാനും തന്നെ ഉണ്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനും അതെ. അപ്പോൾ ഇതൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിയെല്ലാം നിൽക്കണമെന്ന് കണ്ടില്ലേ. ഇവിടെയെല്ലാം വണ്ടിയൊക്കെ നിർത്തിയിട്ട്. പക്ഷേങ്കിൽ കടലിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ന്യൂനമർദ്ദമായിട്ട് കടലെല്ലാം ഭയങ്കര കലി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കണ്ടാൽ തന്നെ ഒരു ഭയങ്കര എന്തോ ഒരു പേടി പോലെ തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആ പേടി നമുക്കെല്ലാവർക്കും ഒരു പേടിയായി മാറുകയും ചെയ്തിരുന്നു. ഇതാണ്ടില്ല ഇവിടെ എല്ലാം അത്യാവശ്യം കോടയൊക്കെ ആയിട്ട് നല്ല മൂടി കെട്ടിയിരുന്നു. പക്ഷേ ഇതിൽ കൂടെ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞ് മൂടിയിട്ട് പോകുന്ന വഴികളൊക്കെ എന്താ പറയുക ഭയങ്കര വിജനമായ സ്ഥലം എന്ന് പറയില്ല, അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് ശരിക്ക് ഈ റോഡല്ല കേട്ടോ. ഇതിൻ്റെ റോഡ് മെയിനായിട്ട് നേരെ മല അവസാനിക്കുന്ന ആ ഭാഗത്തുനിന്ന് ഈ ഭാഗം വരെയാണ് അതിൻ്റെ റോഡ്. ഇതിൻ്റെ കുറച്ച് അങ്ങായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു മെക്കനെന്ന് പറഞ്ഞിട്ടൊരു പ്രളയം വന്നിരുന്നു. അതിൽ അവിടുത്തെ റോഡ് നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ അവരിങ്ങനെ റോഡ് ഉണ്ടാക്കിയതാണ്. ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കാണ് റോഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതപ്പോൾ അത് കടൽ ഒന്നിങ്ങനെ ഇതായി. പ്രളയം വന്നപ്പോൾ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അപ്പോൾ പിന്നെ അവർ വേറെ റോഡെല്ലാം പണിത് സെറ്റാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം ഏകദേശം എത്താനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് കണ്ടില്ലേ, ഇവിടേക്ക് എത്തിയപ്പോഴേക്കും നല്ല കടലിൻ്റെ സൈഡായപ്പോഴേക്കും നല്ല കോടയെല്ലാം അത്യാവശ്യം എന്താ കണ്ടോ നമുക്ക് കാണാനൊക്കെ കഴിയുമെന്ന് വിചാരിക്കണം. കോടയൊക്കെ നല്ല ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാം കടൽ സൈഡൊക്കെ ടെൻ്റ് അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ന്യൂനമർദ്ദം ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ കടലിലേക്ക് നല്ല തിരയെല്ലാം അടിച്ചിട്ട് നല്ല ഇതായിരുന്നു. കണ്ടോ രണ്ട് സൈഡും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കാണ്, അത്രയ്ക്ക് തിരക്കാണ്. പോരാത്തതിന് പെരുന്നാളും അല്ലേ, പുറത്തുനിന്നെല്ലാം ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. അതിൻ്റെ മുകളിലൊക്കെയാണ് ആൾക്കാർ കയറി നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കയറി നിന്നിട്ടാണ് ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. നമ്മളൊരു നിമിഷത്തെ ലൈക്കും കമൻറ്റിനും വേണ്ടിയിട്ട് ചെയ്യുന്ന പണികളാണ് അതൊക്കെ. ഇതാ കണ്ടില്ലേ, രണ്ട് സൈഡും നാട്ടിലെല്ലാം നമ്മൾ ഊട്ടി മൂന്നാർ അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവില്ലേ, രണ്ട് സൈഡും നിറയെ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതവിടെ കൂണെല്ലാം ചുട്ടിട്ട് ഇതാക്കിയിട്ടൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ രണ്ടും. ഇവിടെ മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉപയോഗിക്കാൻ പറ്റാത്തത് ആ സാധനമാണ് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതലായിട്ടും ചിലവാകുന്നത്. ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇവിടെ മഴയായി കഴിഞ്ഞാൽ ഭയങ്കര ചിലവ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ രണ്ട് സൈഡും ഒത്തിരി കടകളും ഒക്കെ ആയിട്ടുണ്ട്. ഗ്രില്ലിങ്, മറ്റേ ബാർബിക്യൂ അങ്ങനെയെല്ലാം ആയിട്ട് നല്ല ഉണ്ട്. ഇതപ്പോൾ പിന്നെ ഇവിടെ ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ഇവരിവിടെ ഉണ്ടാകും കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് കേട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെരുന്നാളായിക്കഴിഞ്ഞാൽ, പെരുന്നാളെന്നല്ല നമ്മുടെ എന്തൊരു പരിപാടി ആയിക്കഴിഞ്ഞാലും നമ്മളെല്ലാവരും പോവും അല്ലേ, കറങ്ങാനും അതിനും എല്ലാം പോകലുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള മക്കളെ എല്ലാം നമ്മൾ പ്രത്യേകിച്ച് നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മളെ മക്കളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, നമ്മളും കൂടി ശ്രദ്ധിക്കണം. കാരണം ഏത് നിമിഷവും നമുക്കൊരു അപകടം പതിയിരിക്കുന്നുണ്ടാവില്ലേ.
അത് എവിടെ നിന്ന് എപ്പോൾ വരുന്നു എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നോക്കിയാൽ കാണാൻ നല്ല അടിപൊളി പ്ലേസല്ലേ, എന്ത് രസമല്ലേ കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ മുകളിലെല്ലാം കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു തരുന്ന ആൾക്കാർ കയറി നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ടോപ്പിലാണ് ആൾക്കാർ കയറി നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം വേണം, പക്ഷേ എങ്കിൽ അതായ കാര്യങ്ങളിൽ കൂടെ നമ്മളും കൂടി ഒന്ന് കെയറായിട്ടിരിക്കണം. അപ്പോൾ അതാ കണ്ടോ ഇതിൻ്റെ താഴെയൊക്കെ ഭയങ്കര ആഴാട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുള്ള വീട്ടിൽ നിന്നുള്ള ചീത്തവിളി എന്തായാലും കേൾക്കും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മക്കളിലായിട്ടാണെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ടാണെങ്കിലും നമ്മൾ ആരെയും കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധിക്കണം. നമ്മളും ശ്രദ്ധിക്കണം, അതേപോലെ മക്കളെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കലും എല്ലാം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ലൈക്ക് കമൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൈറലാകാം, അങ്ങനെയൊക്കെ ആകും. നമുക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാനും കേൾക്കാനും നമ്മളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ പോയവിടുത്തുന്നുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പോയില്ലേന്ന്. നമ്മൾക്ക് ഇവിടെ പോകാൻ പോലീസ് തന്നൊരു പരിമിതിയുണ്ട്. ആ ബോർഡർ കടന്നിട്ട് നമുക്ക് ഒരു കാരണങ്ങൾ നമുക്ക് ചെയ്യരുത്. പക്ഷേങ്കിൽ ഇവിടെ പല ആൾക്കാരും ഫോട്ടോയും നമ്മുടെ ഇവിടെ ആണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി നമുക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതിലും അതിര് കടന്നിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് നമുക്ക് ഓരോ വിനയായിട്ട് വരുന്നുണ്ട്, ഓരോ അപകടങ്ങളും വരുന്നുണ്ട്. അവർ നമ്മളുടെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആണ്. പക്ഷേങ്കിൽ നമ്മളെന്ത് ചെയ്യണത്, നമ്മളതെല്ലാം തെറ്റിച്ചിട്ട് നമുക്ക് ഓരോന്നും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും എന്ന് കരുതി നമ്മളത് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ ചെയ്യുന്ന കാര്യം പിന്നീട് നമുക്കതൊരു എന്നും കരയാനുള്ളൊരു ഇടം മാത്രമായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാ ആവശ്യത്തിനും വേണം. നമ്മളുടെക്കാളും മുകളിലുള്ളൊരു ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരുടെ വാക്ക് നമ്മൾ കേൾക്കേണ്ടതാണെങ്കിൽ നമ്മളത് കേൾക്കേണ്ടതല്ലാത്തത് അവർ നമ്മളോട് ഒരിക്കലും പറയില്ല. കാരണം അവർ നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് നമ്മളെ രക്ഷിക്കാൻ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അവർ രക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ അവർക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അതപ്പോൾ കണ്ടില്ലേ, തിരയെല്ലാം നല്ല അടിക്കുന്നുണ്ട്. ഞങ്ങളിതിൻ്റെ ബോർഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ എൻഡിൽ മാത്രമേ നമ്മൾ പോയി നിന്നിട്ടുള്ളൂ. അപ്പോൾ പോയി നിൽക്കൽ കണ്ടോ ആൾക്കാരെല്ലാം, അതൊക്കെ ഒരുപാട് അപകടത്തിലേക്കാണ് പിന്നീട് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അതാ കണ്ടില്ലേ, പോരാത്തതിന് കടലിൽ നല്ല ന്യൂനമർദ്ദം അടിച്ചിട്ട് എൻ്റെ ഈ സൈഡിൽ കാണുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല. ഒരു കുടുംബത്തിൽ 5 പേരിനെയാണ് ഈ കടൽ കൊണ്ടുപോയത്. ഇവർ പുറത്തുനിന്ന് നമ്മുടെ ഇവിടുത്തെ ഇത് ആസ്വദിക്കാനും കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളിൽ പല ആൾക്കാരും പല ഭാഗങ്ങളിലും പല മക്കളിലേക്ക് വിട്ട് പോകുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കാലം സന്തോഷമായിട്ട് എല്ലാവരുടെയും കൂടെ ഇരിക്കാം. എല്ലാം പറഞ്ഞാൽ നമുക്കൊരു നിമിഷത്തിന് നമ്മളെല്ലാം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഒരിക്കലും നമുക്കിതുപോലെ നിന്ന് ഒന്നും ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നിനും പറ്റില്ല. ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മളെവിടേക്കും മാറി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് വന്ന ആൾക്കാരായത് കാരണം ഫോട്ടോസിനെല്ലാം പോസ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസം നടന്ന അപകടമാണത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഇതേപോലെ പല ആൾക്കാരും അവിടെ നിന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ ഫോട്ടോ ഷൂട്ട് ചെയ്തിരുന്നതാണ്. എന്തിനാ അതിൻ്റെ ആവശ്യമല്ലേ. അപ്പോൾ
എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ദൂരത്തു നിന്ന് കാണുന്നത് കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു സത്യമായിട്ട്. അത്രയും ഡേഞ്ചറായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഡെഡ് ബോഡി കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോകേണ്ടവരെല്ലാം പോയി. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നമുക്ക് തന്നെ രക്ഷിക്കാം. പഠിച്ചവൻ ഏത് രീതിയിലാണ് നമ്മളെ കരുതിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് അറിയുന്നത് വേറൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ പോയ ദിവസമല്ല ഈ അപകടം സംഭവിച്ചത്. നമ്മൾ ഈ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഈ അപകടം അറിയുന്നത് അതിനേക്കാൾ വലിയൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. അപ്പോൾ കണ്ടില്ലേ, കടലൊക്കെ നല്ല അടിച്ചും കൊണ്ടിരിക്കണമായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിൽക്കാനും പോയില്ല. ഞങ്ങൾ എന്നിട്ട് പറയുകയും ചെയ്തിരുന്നു, ഇത് ഇങ്ങനെ പോയിട്ട് ആൾക്കാരെല്ലാം നിൽക്കുന്നത് ഒരുപാട് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾക്കൊക്കെ. എപ്പോഴും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകലുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് അവരവിടെ ഇട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള ആൾക്കാർ എല്ലാം ഉണ്ടല്ലോ. കൊറോണ ആയിട്ട് കുറേ കാലം ഇവിടെ എല്ലാം ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ ഫുള്ള് ഇവിടെ സ്ഥലമല്ല, ഫുള്ള് ഈ ടൂറിസ്റ്റ് പ്ലേസ് മൊത്തം ക്ലോസ് ആക്കി. ഇപ്പോൾ ആർക്കും എങ്ങോട്ടും ഇതേപോലെ വാട്ടർഫോൾ ഉള്ള ഒരു സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ പോലീസ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. എല്ലാവർക്കും കാണരുത്. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് ഇതാകണേനേക്കാളും നല്ലതല്ലേ ഫുള്ളങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയെല്ലാം അധികമായത് കാരണം ഉണ്ടായതാണ് ഈ പ്രശ്നം. അപ്പോൾ ആ കാണുന്ന മലേൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുക അങ്ങനെ കരുതിയിട്ട് നമ്മൾ ഇരിക്കരുത്. ഇത് നമ്മൾ ഒരാൾക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ല, ഇതെല്ലാവർക്കും തന്നെ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിലാണെങ്കിലും തന്നെ ഒരുപാട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളും ബീച്ചുകൾ അതേപോലെ ഈ ഓരോ ഏരിയകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ തന്നെ ബോർഡുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടും ഉണ്ടാകും. പറ്റില്ല ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ്ട, നമുക്ക് നേരങ്ങത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഇത് നോക്കൂ, പോകുന്ന വഴിയൊക്കെ ഭയങ്കര ചെറിയൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ സേഫായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നതും വരുന്നതും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞ ആ ഒരു ഇത് വിട്ടിട്ട് നമ്മളങ്ങ് പോയിട്ടില്ല. പോയ ആൾക്കാർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂട്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞതാ കണ്ടില്ലേ, ഈ ഷോപ്പുകളും കാര്യങ്ങളും ഇവിടെ മാങ്ങയെല്ലാം മസാല എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുക. ഈ 2 ഭാഗത്തും നല്ല കച്ചവടം ഇരിക്കുക. സീസൺ ടൈമിന് മാത്രമാണ് ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ടൈമിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ പറയുന്ന തിരക്ക് പോലും അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം ജൂലൈ മാസത്തിൽ കേട്ട് ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഓരോന്നൊക്കെ മേടിച്ച് കഴിക്കാനെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പറയുന്നത് ഒന്ന് ഇതാക്കി പോയതാണ്. അപ്പോൾ വേറെ എന്തൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുന്നതോടുകൂടി സ്വന്തമായിട്ട് മറ്റുള്ളവരിനെയും കൂടിയിട്ടൊന്ന് ഇതാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.